മേയർ ആര്യ രാജേന്ദ്രനും വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്തും തിരുവനന്തപുരം CPIM ജില്ലാ കമ്മിറ്റിയിൽ. ജി. സ്റ്റീഫൻ എം.എൽ.എ. ഉൾപ്പെടെ 8 പുതുമുഖങ്ങളാണ് CPIM ജില്ലാ കമ്മിറ്റിയിലുള്ളത്. വിശദാംശങ്ങളുമായി അർജുൻ രാജുണ്ട്. അർജുൻ, വിവരങ്ങൾ. അതിര യുവാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു ജില്ലാ കമ്മിറ്റി തിരുവനന്തപുരം CPM-ൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. 8 പുതുമുഖങ്ങളെയാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ ഇപ്പോൾ പാനൽ നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഒപ്പം വട്ടിയൂർക്കാവ് M.L.A. വി.കെ. പ്രശാന്ത് ഈ പാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മറ്റൊരാൾ ജി. സ്റ്റീഫൻ M.L.A. ആണ്. OS അംബിക. ഇങ്ങനെ 3 MLA-മാരും ഒരു കോർപ്പറേഷൻ മേയറും ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുമെന്നുള്ളതാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായിട്ടുള്ള കാര്യം. നേരത്തെ ഈ മുതിർന്ന ഒരു കമ്മിറ്റിയാണെന്ന തരത്തിൽ വിലയിരുത്തലുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് കുറെ കൂടി യുവാക്കൾക്ക് പരിഗണന നൽകുന്ന തരത്തിലേക്ക് ജില്ലാ കമ്മിറ്റി മാറുന്നത്. ഈ 4 പേർക്ക് പുറമെ DYFI ജില്ലാ പ്രസിഡന്റായിട്ടുള്ള അനൂപ്, ജനാധിപത്യ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഷീജ സുദേവ്, വണ്ടിത്തടം മധു എന്നിവരുടെ പേരും ഈ പാനൽ ലിസ്റ്റിൽ നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ലിസ്റ്റിന് അന്തിമ അംഗീകാരം നൽകും. ഈ 4, അതായത് നേരത്തെ സൂചിപ്പിച്ച പ്രശാന്ത് M.L.A., OS അംബിക, അതോടൊപ്പം ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേരത്തെ പറഞ്ഞ 4 പേരെ ഏതെങ്കിലും തരത്തിൽ മാറ്റാനുള്ള സാധ്യതയില്ല. ഈ 4 പേർ നിർബന്ധമായും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ബി ജോയ് തന്നെ ഇത്തവണയും CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായി തുടരും. നേരത്തെ ആനാവൂർ നാഗപ്പൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയ ഘട്ടത്തിൽ കൂടിയാണ് ബി ജോയ് ചുമതല ഏറ്റെടുക്കുന്നത്. അതിനുശേഷം ജോയിയെ മാറ്റാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് CPM പോയിട്ടില്ല. ജോയിയുടെ നേതൃത്വത്തിന് വീണ്ടും തുടരാനുള്ള സാധ്യതയാണ് ഉള്ളത്. ജോയ് തന്നെ ജില്ലാ സെക്രട്ടറിയായി തുടരുകയും ചെയ്യും. പ്രധാനമായും KC വിക്രമൻ, പുത്തൻകട വിജയൻ, വി ജയപ്രകാശ്, ആനാവൂർ നാഗപ്പൻ, A.A. റഹീം, G. സുഗുണൻ എന്നിവരാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകുന്നത്. ഇതിൽ ആനാവൂർ നാഗപ്പനും A.A. റഹീമും നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗങ്ങളാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ 2 പേരെ ഒഴിവാക്കുന്നത്. അങ്ങനെ പുതുമുഖങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു ജില്ലാ കമ്മിറ്റിയാണ് തിരുവനന്തപുരത്ത് CPM-ൽ സംഭവിക്കാൻ പോകുന്നത്. അതെ, ശരി. അർജുൻ രാജാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.